Eldhose Tech YouTube ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. നമ്മൾ കുറച്ച് നാളത്തേക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ആക്സിഡന്റ് കേട്ട് ഇങ്ങനെ ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഒരു തുടക്കം രീതിയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അതൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ MI-A3 ഒരു റിവ്യൂ ചോദിച്ച് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ MI-A3 റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവരും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നുള്ളൊരു വീഡിയോ വെച്ചാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും MI-A3 സ്പെക്ക് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നതാണ്. ഞാൻ പിന്നെ കുറച്ച് നമ്മുടെ പ്രമുഖ സൈറ്റുകൾ നമ്മുടെ ഇവരുടെ BBOOM.com ഒക്കെ കുറച്ച് അൺബോക്സിംഗ് ഒക്കെ കണ്ടായിരുന്നു, അവരുടെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 12,990 രൂപയ്ക്കാണ് MI-A3 സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ആദ്യം തന്നെ ഒരു പോരായ്മ നമുക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 720p ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്, MI കൊടുത്തിരിക്കുന്നത്. ഫുൾ HD ഡിസ്പ്ലേ അല്ല. അത് നമുക്കൊരു ചെറിയൊരു പോരായ്മയായിട്ട് പറയാം. പക്ഷേ ഇതൊരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പോരായ്മ അങ്ങനെ കാണാനായിട്ട് സാധിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്, ഫുൾ HD ഡിസ്പ്ലേയുടെ ക്വാളിറ്റി തന്നെ കിട്ടും. പക്ഷേ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് 720pയിലായിരിക്കും നമുക്ക് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരു റെസൊല്യൂഷൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ ഇതിൻ്റെ ടെക്നോളജി AMOLED ആയതുകൊണ്ട് നല്ല കളർ വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റി ഉള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്കിതിനെ ഒരു MI-A3നെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ഡിസൈൻ, ഒരു അടിപൊളി ഡിസൈനാണ് MI കൊടുത്തിരിക്കുന്നത്. നമുക്ക് A1 A2 ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്ലാസ് ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ തന്നെ പറയാം. 2 കളറിലുണ്ട്, ബ്ലൂ ഉണ്ട്, മോർ ദാൻ ബ്ലൂ എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ല, അത് ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ടൺ പ്ലസ് ഒക്കെ പോലെയുള്ളൊരു കളർ പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു നല്ലൊരു കളർ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആണ് അവർ കൂടുതലും കമ്പനി തന്നെ എല്ലാവരോടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നവർ അതിൻ്റെ ലോഞ്ച് വീഡിയോ ഞാൻ കണ്ട സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കളറാണ് വൈറ്റ് എന്നല്ല, മോർ ദാൻ വൈറ്റ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആണ് എന്നറിയാം. അതുകൊണ്ട് ഒരു ഗ്രേയും ഉണ്ട്. നല്ല കളറാണെല്ലാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഗൊറില്ലോ ഗ്ലാസ് 5 ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇത് ട്രിപ്പിൾ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ ഈ ക്യാമറയുടെ പോർഷനിലും ഗൊറില്ലോ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ക്യാമറയുടെ പോർഷൻ ഇച്ചിരി തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫോണുകൾക്കും ഉള്ളതാണ്. അപ്പോൾ അവിടെ സ്ക്രാച്ചുകളൊന്നും കൂടുതൽ വരാണ്ടിരിക്കാനായിട്ട് ഗൊറില്ലോ ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും വരത്തില്ല, അതുപോലെ പൊട്ടാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ അതിനാണ് അവർ ഗൊറില്ലോ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും സേഫ്റ്റി ഉണ്ട് നമുക്ക് ഫോണിന്. പിന്നെ ഗ്ലാസ് ബാക്കാണ് വരുന്നത്. പിന്നെ നമുക്കിതൊരു 3D കവർ ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. സ്ലിം ഫോണാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ്. അതുപോലെ C-പോർട്ടാണ് വരുന്നത്. നമുക്ക് ഒരു സ്പീക്കറാണ് ഉള്ളൂ, പക്ഷേ ഡ്യുവലായിട്ട് കൊടുത്തേക്കുന്നതെന്നുള്ളൂ. അതുപോലെ C-പോർട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല സ്പീഡാണ്. അതുപോലെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഞാൻ പറഞ്ഞാണ് സൂപ്പർ AMOLED ഡിസ്പ്ലേ 720p റെസൊല്യൂഷൻ ഉള്ളൂങ്കിലും ടെക്നോളജി അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. റെസൊല്യൂഷൻ കുറച്ച് 720p ആയി. അതൊരു ഫുൾ HD ആണെങ്കിൽ നമുക്ക് അടിപൊളി ഡിസ്പ്ലേ തന്നെ പറയുന്നു. പക്ഷേ ഇതും ഡിസ്പ്ലേ അടിപൊളി തന്നെയാണ്. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഷാർപ്നെസ്സിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഡിസ്പ്ലേ നല്ല തന്നെയാണ്. നമുക്കത് മോശം എന്ന് പറയാൻ പറ്റില്ല. സൂപ്പർ AMOLED ആണ് കൊടുത്തേക്കുന്നത്. ഫുൾ HD ആക്കാമായിരുന്നു വേണമെങ്കിൽ. അതൊരു ഏത് ഫോണിനും ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടാവില്ല. ആ ഒരു പോരായ്മ ഇവിടെ ഇതായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസ്പ്ലേ ബേസും നമ്മൾ ഫുൾ HD ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കളർ അക്യൂറസി കാര്യങ്ങളൊക്കെ റിവ്യൂസിൽ കണ്ടതാണ്. നല്ല ഫോണാണ്, ഒരു പ്രശ്നമില്ല. ഡിസ്പ്ലേയുടെ ഒരു കാര്യത്തിലുള്ള ജസ്റ്റ് അത് റെസൊല്യൂഷൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി ഹൈ ആണ് ഈ AMOLED ആയതുകൊണ്ട്. അതുപോലെ ബാറ്ററി ബാക്കപ്പും കൂടും. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവർ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമുക്ക് കാണാം ഇതിൻ്റെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത്. ഒരെണ്ണം 48 MB ഹൈ റെസൊല്യൂഷൻ നമ്മുടെ പ്രൈമറി ക്യാമറ സോണിയുടെ IMXൻ്റെ സെൻസറാണ് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറ സെൻസറാണ് 48 MB ക്യാമറ സെൻസർ. പിന്നെ വരുന്നത് ഒരു 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. അതായത് നമുക്ക് കുറച്ച് വലിപ്പം കിട്ടും. അതായത് നമ്മളൊരു സാധാരണ ക്യാമറയിൽ നമുക്ക് കാണുന്നേക്കാളും വലിപ്പമായിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാനായിട്ട് നമുക്ക് പനോരമ ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ വലിപ്പമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ടാണ് 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 MB ഡെപ്ത് സെൻസർ, അത് നമ്മുടെ പോർട്രേറ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ 2 ക്യാമറയാണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന് നമ്മുടെ 48 MB സെയിം ക്യാമറ നമ്മുടെ നോട്ട് 7 പ്രോയിലൊക്കെ ഉണ്ടാകുന്ന സെയിം ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. 48 MB നല്ലൊരു അടിപൊളി ക്യാമറ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ ഒത്തിരി റിവ്യൂസ് ഇതിനകത്ത് G-Cam ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്വാളിറ്റിയിലാണ് വീഡിയോ കിട്ടുന്നത്. നല്ലൊരു ക്യാമറയാണ്. അതുപോലെ 8 MB വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റീസ് ഒക്കെ തരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറയുന്നത് IMX എടുത്തേക്കുന്ന സോണിയുടെ. പിന്നെ നമ്മുടെ നൈറ്റ് മോഡാണ് അതിൻ്റെ കാണിച്ചേക്കുന്നത്.
പിന്നെ കുറച്ച് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് തന്നെ അത്രയും വൈഡായിട്ട് നമുക്ക് ഫോട്ടോസ് കിട്ടും. നമുക്ക് വലിയൊരു കെട്ടിടത്തിൻ്റെ ഒക്കെ എടുത്തുന്ന ഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത് അൾട്രാ വൈഡ് ആംഗിളിൽ. പക്ഷേ നമ്മുടെ പ്രൈമറി ക്യാമറയെക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കുറവായിരിക്കും, പക്ഷേ നമുക്ക് അൾട്രാ വൈഡായിട്ട് കിട്ടും. ഇത് പോർട്രേറ്റ് എടുത്തിരിക്കുന്നതാണ് ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞൊരു 32 MB ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 20 MB 32 MB ഒറ്റയടിക്ക് ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ. ഇത് സെൽഫി ക്യാമറയിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ റെസൊല്യൂഷൻ സെൻസർ ആണെന്നാണ് നമ്മുടെ എമ്മയുടെ ലോഞ്ചിങ്ങിൽ പറഞ്ഞത്. നമ്മുടെ എമ്മയുടെ ഇപ്പോൾ ഇന്ത്യയിലത്തെ ECO പറഞ്ഞത്. അപ്പോൾ നല്ലൊരു സാധനമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് ക്യാമറയുടെ ഒന്ന് ഇതൊക്കെയാണ് ഇവർ തന്നിരിക്കുന്നത്. 32 MB സെൽഫി, പിന്നെ 48 MB ട്രിപ്പിൾ ക്യാമറ, അതിന് കുറച്ച് ചാനലിലേക്കാണ് വരുന്നിരിക്കുന്നത്. പിന്നെ ഇത് ക്രിയേറ്റഡ് ബൈ ഷോമി, ഇന്നോവേഷൻ ബൈ ഗൂഗിൾ. ഇത് അവരുടെ ഒരു ട്രെൻഡാണിത്. ഗൂഗിളിൻ്റെ Android 1 പ്ലാറ്റ്ഫോമാണ് വരുന്നത്. നമ്മുടെ MUI അല്ല ഈ ഫോണിനകത്ത് വരുന്നത്. ഗൂഗിളിൻ്റെ Android 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ഇന്നോവേഷൻ ടെക്നോളജിയാണ്. ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം കിട്ടും. ഗൂഗിളാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ബേസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ജസ്റ്റ് എമ്മയുടെ ആകെ ഉണ്ടാവുന്ന ആപ്സ് എന്ന് പറഞ്ഞത് ഇത് ഇൻഫ്രാറെഡ് ഉള്ളതുകൊണ്ട് ഇൻഫ്രാറെഡിൻ്റെ MI റിമോട്ടും, പിന്നെ നമുക്ക് എമ്മയുടെ ക്യാമറ, കുറച്ച് MI കമ്മ്യൂണിറ്റി, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ കളയാനും പറ്റും. അപ്പോൾ ഗൂഗിളിൻ്റെ തന്നെയാണ്, വേറെ എമ്മയുടെ ഒരു ആപ്ലിക്കേഷൻസ് സാധനങ്ങളോ ആഡ്സോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു OS ആണ്. ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഫോൺ തന്നെ പറയും, ഒരു 13,000 പ്രൈസ് റേഞ്ചിൽ. പിന്നെ നമുക്കിതിനകത്ത് നമ്മുടെ ഗൂഗിൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ ലെൻസ് ഉണ്ട്, ഗൂഗിൾ അസിസ്റ്റൻറ്റ് എല്ലാം നമുക്ക് കിട്ടും. അസിസ്റ്റൻ്റൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്നാലും ഇതിനകത്ത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക് എല്ലാത്തിനും. ഗൂഗിളിൻ്റെ പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസും ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ കമ്പനികളിൽ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഗൂഗിൾ സെർച്ച്, നമ്മുടെ ഗൂഗിൾ ലെൻസ് എല്ലാം സപ്പോർട്ടഡാണ്. നമുക്ക് എവിടെയെങ്കിലും പ്ലേസിൽ നമ്മൾ പോയിട്ട് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പുതിയ ആൻഡ്രോയിഡ് വേർഷൻ വേണമെന്നുള്ളവർക്ക് ഏറ്റവും പറ്റിയൊരു മികച്ച ഫോൺ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 665. സ്നാപ്ഡ്രാഗൺ 660നേക്കാളും, അതായത് 660നേക്കാളും നമ്മുടെ MI A2 ഇരുന്ന 660നേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് വരുന്നതാണ് സ്നാപ്ഡ്രാഗൺ 660. ഇതിൽ ക്രയോ വരുന്നത് 260 ആണ് ക്രയോ വരുന്നത്. ഇത് 11 mm പ്രോസസ്സിൽ വന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇതാണ് സ്ലിം പ്രൊസസ്സറാണ്. അപ്പോൾ അതിനനുസരിച്ച് പെർഫോമൻസ് കൂടും. അത് 2 GHz ആണ് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അഡ്രിനോ 650 ആണ് വരുന്നത്, 610 ആണ് വരുന്നത്. ഓക്കെ, 610 നല്ലൊരു അഡ്രിനോ ആണ്. ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 600 സീരീസിലെ ഏറ്റവും കൂടിയ ഒരു അഡ്രിനോ GPU എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് നല്ല ഗെയിം പെർഫോമൻസ്, നമുക്ക് ഹൈ സെറ്റിംഗ്സിൽ നമുക്ക് PUBG അത്ര സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മീഡിയം സെറ്റിംഗ്സിൽ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ഹൈ സെറ്റിംഗ്സിൽ നമുക്ക് കളിക്കണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ 712 അതിൻ്റെ മേളിട്ടുള്ള പ്രൊസസ്സറൊക്കെയാണ് നമുക്ക് ഹൈ സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. നമുക്ക് 855 845 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് നമുക്ക് മീഡിയം സെറ്റിംഗ്സിൽ ഹൈയിൽ കളിക്കാം, പക്ഷേ ലാഗ് ഉണ്ടാവും. പക്ഷേ ഇത് മീഡിയം സെറ്റിംഗ്സിൽ ഹെവി ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് നമുക്ക് അത്യാവശ്യം പറ്റുന്ന ഒരു ഫോൺ തന്നെയാണിത്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 4GB 6GB അങ്ങനെ നമുക്കറിയാലോ. 4GB സ്റ്റോറേജിന് 12,990, 6GB 128GB സ്റ്റോറേജിന് 15,990 ആണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ എന്തായാലും 4GB 64GB വാങ്ങിക്കാൻ ഉള്ളവർക്കും വാങ്ങിച്ചാൽ മതി. കാര്യം മെമ്മറി കാർഡ് നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡബിൾ ഓപ്ഷൻ ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മറ്റേ നമ്മുടെ MI A2 ഒരു അപ്ഡേറ്റ് തന്നെയാണത്. MI A2 ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സിംഗിൾ സിമ്മ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ട് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സിം കാർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും വലിയൊരു അപ്ഡേറ്റാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ MI ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ 4000 mAh ബാറ്ററി നമ്മുടെ A സീരീസിൽ കൊണ്ടുവന്നു, അതായത് A3 കൊടുത്തു. ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MI A3 ഒരു A2നും A1നും 3000 mAh ബാറ്ററി വന്നുകൊണ്ട് ഒത്തിരി കംപ്ലയിൻസ് ഉണ്ടായിരുന്നു MIയുടെ ബാറ്ററിനെ പറ്റി. അപ്പോൾ 4030 mAh ബാറ്ററി കൊണ്ടുവന്നതോടുകൂടി ആ ബാറ്ററിയുടെ പോരായ്മകളെല്ലാം മാറി കിട്ടി. അതുപോലെ തന്നെ ഈ ബാറ്ററി ഇത്രയും ഉണ്ടെങ്കിൽ പോലും ഇതിന് അധികം തിക്കൊന്നും കൊടുത്തിട്ടില്ല. അതായത് സ്ലിം സൈസ് തന്നെയാണ്, അധികം വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതും മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4000 mAh ബാറ്ററി കൊണ്ടുവന്ന ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഇതിനകത്ത്. കാര്യം A2വിനകത്ത് ഏറ്റവും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് വന്ന് ബാറ്ററി ബാക്കപ്പിൻ്റെ പ്രശ്നമായിരുന്നു 3000 mAh ആയതുകൊണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഇനി പേടിക്കേണ്ടതായ ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ബാറ്ററിയുടെ വരുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നത്. ഇത് 13 hours ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യും, 21 hours മൂവി പ്ലേ ബാക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 157 hours നമുക്ക് കിട്ടും നമുക്ക് സോങ്സ് കാണണമെങ്കിൽ. ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം ഞാൻ റിവ്യൂസിലേക്ക് കണ്ടത് ഒരു 6 മണിക്കൂറിനും 5 മണിക്കൂറിനും ഇടയിലായിട്ടാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് ഫുൾ ഡ്യുവൽ സിം യൂസേജിൽ വരുമ്പോൾ. അപ്പോൾ ഒരു നല്ല ഫോൺ തന്നെയാണിത്.
ബാറ്ററിയുടെ. അതുപോലെ ഒരു 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. ഫാസ്റ്റ് ചാർജർ ബോക്സിൽ വരുന്നില്ല. 5 വോൾട്ട് 2 ആമ്പിയറിന്റെ നോർമൽ ചാർജറാണ് ബോക്സിൽ വരുന്നത്. നമ്മൾ ഫാസ്റ്റ് ചാർജർ 18 വോൾട്ടിന് MI.com നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. ചാർജറിന്റെ പ്രൈസ് വരുന്നത് MI.com 449 രൂപയും ഫ്ലിപ്കാർട്ടിൽ 500 രൂപയാണ് ചാർജറിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ചാർജിൽ ചെയ്യേണ്ടി വരും. സി പോർട്ടാണ്. ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര രസമാണ്. അതുപോലെ നമ്മുടെ MI18 ഉണ്ടായിരുന്നില്ല, ആഡിയോ ജോക്ക് ഉണ്ടായിരുന്നില്ല, അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് അവർ. ഇതിൻ്റെ കുറച്ച് ഇൻഫ്രാറെഡ് ബ്ലാസ്റ്ററൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞാണ്. ഇൻഫ്രാറെഡ് ഉണ്ട്, നമുക്ക് TV എല്ലാ സാധനങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇൻഫ്രാറെഡ് വെച്ച് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇത് മറ്റേ പ്ലാറ്റ്ഫോം ആണ്. ഇത് P2I കോട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P2I കോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് മഴയത്തൊക്കെ ജസ്റ്റ് വെള്ളം തെറിക്കും, അങ്ങനെതായ വെള്ളത്തിലേക്ക് മുങ്ങി വീഴുമല്ല, ജസ്റ്റ് വെള്ളം തെറിക്കണതായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി പെട്ടെന്ന് ഇതിനകത്തേക്ക് വെള്ളം കയറാതെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു P2I കോട്ടിംഗ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് മഴയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തൊന്ന് നോക്കിയെന്ന് ഓർത്ത് പെട്ടെന്നൊന്നും കമ്മനെ വെള്ളം അകത്തേക്ക് കയറുക പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ സ്പീക്കറൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മറ്റേതിനേക്കാളും A2 കുറച്ചുകൂടെ പെർഫോമൻസ് സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഓവറോൾ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് MI-A3. അപ്പോൾ MI-A3 എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു സ്റ്റോക്കാനോട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പറ്റുന്ന ഒരു 15,000 രൂപയ്ക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ പറ്റുന്ന ഏറ്റവും നല്ല ഫോൺ തന്നെ പറയും. ഇപ്പോൾ മോട്ടോയുടെ ഒരു പുതിയ ഫോൺ വന്നിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും ബെറ്റർ എന്തായാലും MI-A3 തന്നെയാണ്. ഒരു അപ്പോൾ MI-A1 A2 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ് A3. കാര്യം നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും കൊടുത്തിട്ടുണ്ട്. കാര്യം ക്യാമറ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഓഡിയോ ജാക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, മെമ്മറി കാർഡ് ഓപ്ഷൻ കൊണ്ടുവന്നു. അതുപോലെ നമുക്ക് 4000 mAh ബാറ്ററി ആക്കി, കുറച്ചുകൂടെ നല്ല പ്രൊസസ്സർ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ MI-A1 ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. നിങ്ങൾ 720p റെസൊല്യൂഷൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. പക്ഷേ അത് വലിയൊരു പ്രശ്നമായിട്ട് കാര്യമാക്കണ്ട. റെസൊല്യൂഷൻ കുറച്ച് കുറവാണെങ്കിലും ക്വാളിറ്റി അടിപൊളിയാണ്. കാര്യം AMOLED ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി LCD ഡിസ്പ്ലേക്കാണെങ്കിൽ നമ്മുടെ ഫുൾ HD ഡിസ്പ്ലേനേക്കാളും കിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യം നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ നല്ല ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് 720p ഡിസ്പ്ലേ ആണെന്നുള്ളൊരു പോരായ്മയുണ്ട്. പക്ഷേ അത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് മാക്സിമം 720p കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഫുൾ HD ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് വരും 720p ഡിസ്പ്ലേ ഉള്ള ഫോണുകൾക്ക്. പക്ഷേ ഒരു അടിപൊളി ഫോൺ തന്നെ പറയാം. AMOLED ആയിട്ട് കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് അതിന് ചാർജ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ്. 13,900 രൂപ റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ആമസോണിൽ അവൈലബിൾ ആണ്. മീ സ്റ്റോറിലും മീ ഹോംസിലും കടകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സാധനം. അതുപോലെ നമ്മുടെ മറ്റേ ആമസോണിലുണ്ട്. അത് ഫ്ലാറ്റ് സെയിൽ വഴിയാണ്. പക്ഷേ മീ സ്റ്റോറിലും ഉണ്ട്, MI.com ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കടകളിൽ MI സ്റ്റോറുകളിൽ ഡയറക്റ്റ് ഇപ്പോൾ MI സ്റ്റോറുകൾ ഇപ്പോൾ എല്ലായിടത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. MI സ്റ്റോറുകളിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കടകളിൽ ഓഫ്ലൈനായിട്ട് കിട്ടും. ഓഫ്ലൈനിൽ കുറച്ച് പൈസ കൂടുതലായിരിക്കും. മാക്സിമം ഒരു 500 രൂപ 1,000 രൂപ കൂടുതൽ വരും. എന്നാലും നമുക്ക് സാധനം റെഡി ടു സാധനം കിട്ടും. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട താമസമില്ലാത്തവർക്ക് ഡയറക്റ്റ് കടയിൽ നോക്കി. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ് ഇത് വാങ്ങിക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. നല്ലൊരു അടിപൊളി ഫോൺ തന്നെ പറയാം. ഒരു 15,000 പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഒരു Android One പ്ലാറ്റ്ഫോമിലുള്ള ഫോൺ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ കുറേ നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചാനലിന് വേണ്ടി കുറച്ച് വർക്ക് ചെയ്യാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതൊരു ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.